ഒരു ടീച്ചർ ആദ്യമായി ക്ലാസ്സിൽ പോവുകയാണ്. ടീച്ചർ ക്ലാസ്സിലെത്തി. പക്ഷേ കുട്ടികൾ ഭയങ്കര ബഹളം. അവർ ടീച്ചറെ കണ്ടുവെങ്കിലും അവർ ബഹളം നിർത്തുന്നില്ല. ടീച്ചർക്ക് നല്ല ദേഷ്യം വന്നു. ടീച്ചർ എന്ത് ചെയ്തെന്നോ, നല്ലോണം ബഹളം വെക്കുന്ന 2 കുട്ടികളെ വിളിച്ചിട്ട് കവളത്ത് 2 വെച്ചു കൊടുത്തു, നടുപ്പുറത്തും നല്ല 2 വെച്ചു കൊടുത്തു. അതോടെ ക്ലാസ് സെറ്റായി. ക്ലാസ്സിൽ പിൻ ഡ്രോപ്പ് സൈലൻസ്. അങ്ങനെ ടീച്ചറുടെ ഫസ്റ്റ് ഡേ സൂപ്പറായി. ശരിയല്ലേ? ആ ക്ലാസ്സിലെ ബഹളം കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ടീച്ചർ വിജയിച്ചു അല്ലേ? പക്ഷേ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിൽ ആ ടീച്ചർക്കുള്ള സ്ഥാനം എന്തായിരിക്കും? ആ ടീച്ചർ സ്വന്തം സ്കൂട്ടിയോ കാറോ ഉപയോഗിച്ച് പോകുന്ന ടീച്ചർ ആണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഈ ടീച്ചർ ഇന്ന് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് അവിടെ തന്നെ തീർന്നു പോകണേ എന്ന് തീർച്ചയായിട്ടും കുട്ടികള് പ്രാർത്ഥിച്ചിരിക്കും. കാരണം കുട്ടികളുടെ മനസ്സിൽ അത്ര വെറുപ്പ് വന്നിട്ടുണ്ടാവും ആ ടീച്ചറോട്. ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് കുട്ടികളുടെ സ്വഭാവമാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ കുട്ടികളെ കണ്ണു ചോരയില്ലാത്ത രീതിയിൽ അടിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ക്ലാസ്സിൽ എത്തിയിട്ടും കുട്ടികൾ ബഹളം നിർത്തുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് അല്ലെ? നിങ്ങൾ കൈ കെട്ടിയിട്ട് സൈലന്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് നേരം നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഉച്ചത്തിൽ ബാക്ക്വേർഡ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. 10, 9, 8, 7 ഇത് കേൾക്കുമ്പോ തീർച്ചയായും കുട്ടികൾ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടാവരുത്. അതേസമയം കുട്ടികളെ പേടിച്ച രീതിയിലും നിങ്ങൾ പെരുമാറരുത്. അത്യാവശ്യം ഗൗരവത്തിൽ തന്നെ നിന്ന് ബാക്ക്വേർഡ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്ലാസ്സിലെ മൊത്തം ശ്രദ്ധ നിങ്ങളിലേക്ക് വരും. അങ്ങനെ ക്ലാസിന്റെ മൊത്തം ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മതിയല്ലോ, നിങ്ങളുടെ കാര്യം ഓക്കെ ആയല്ലോ. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പോലെ ക്ലാസ് തുടങ്ങാലോ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കുട്ടികൾക്ക് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോ എന്തായാലും ഒരു ടീച്ചർ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കുട്ടികളെ സൈലന്റ് ആക്കാൻ വേണ്ടി അടി കൊടുത്തൊന്നും ശരിയാക്കാൻ വേണ്ടി നോക്കരുത്. അപ്പൊ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ചെന്നാല് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.